ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ കമൻറ്റ് സെഷനിൽ ഷീജ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ഇംപ്രൂവ്മെൻറ്റിൻ്റെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആ കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് തെർമോഡൈനാമിക്സും റിഡോക്സും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങണേ കേട്ടോ. സോ 6th ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ ഈ വീഡിയോ ആ കുട്ടിക്ക് മാത്രമല്ല, ഇംപ്രൂവ്മെൻറ്റിൻ്റേതായിട്ടുള്ള വീഡിയോസ് വേണ്ട എല്ലാവർക്കുമാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ 11th വീഡിയോസ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ ഇത്രയും അർജൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ചെയ്യണു. അപ്പോൾ അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ എന്തായാലും നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന ആൾക്കാർ എന്തായാലും ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വീണ്ടും ചാപ്റ്റർ എടുത്ത് പറയുന്നത് തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതിൽ മെയിനായിട്ടുള്ള, അതായത് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് വന്ന ഏരിയകളുണ്ട്. കുറേ പോർഷൻസിൽ കൂടുതലായിട്ട് ആ ഭാഗത്തു നിന്നാണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറ്. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ രീതിയിലാണ് എഴുതിയത്. പക്ഷെ ഇങ്ങനെയല്ല ചോദിക്കുക, എന്നാൽ കൂടിയും ഒരു ചാപ്റ്റർ ഫുൾ എഴുതുന്നതായിട്ടും ഭേദം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, ഇതല്ലാണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യും. അതിൻ്റെ അടുത്ത വീഡിയോയിലായിരിക്കും മിക്കതും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആ പോർഷൻസ് ഒന്നും കൂടി പറഞ്ഞു തരാണ്. അത് മെയിൻ ആയിട്ടുള്ള പോർഷൻസാണ് ഞാൻ അതിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റത്തെ, വാട്ട് ആർ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്? ഗിവ് എക്സാമ്പിൾ. എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് ചോദിക്കാൻ എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. Extensive properties are properties which depends on the amount of matter present in the system. Extensive property എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൽ എത്ര എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ട്, ആ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യണ പ്രോപ്പർട്ടീനെയാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. എക്സാമ്പിൾ: വോള്യം, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇന്റേർണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കുറേ എക്സാമ്പിൾസ് തന്നിട്ട്, ഇതുപോലെ കുറേ എക്സാമ്പിൾസ് ഇൻറ്റൻസീവ് എന്നും എക്സ്റ്റെൻസീവ് എന്നും തന്നിട്ട് അതിൽ ഏതാണ് എക്സ്റ്റെൻസീവ് ഏതാണ് ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കാൻ പറയാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചോദിക്കാം. ഓക്കെ, അതൊക്കെ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. എന്നാലും ഞാൻ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. ഇനി അടുത്തത്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. അതായത് ആ സിസ്റ്റത്തിൽ എത്ര എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ടോ അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. അപ്പോൾ എക്സ്റ്റെൻസീവ് എന്ന് പറയുമ്പോൾ ആ സിസ്റ്റത്തിൽ എത്ര എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യണത്. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ ആ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. അപ്പോൾ ഇൻറ്റൻസീവിൻ്റെ എക്സാമ്പിൾസ് ആണ് ടെമ്പറേച്ചർ, പ്രഷർ, വോള്യം, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ. ഓക്കെ, ഇനി അടുത്തത്, ഡിഫൈൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണെന്നും പാത്ത് ഫംഗ്ഷൻ എന്താണെന്നും ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. A function or a property that depends only on initial and final state of a system and not on the path followed is called a state function. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക. അതിൻ്റെ എക്സാമ്പിൾ: ടെമ്പറേച്ചർ, പ്രഷർ, വോള്യം, ഇന്റേർണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻസിൻ്റെ എക്സാമ്പിൾ. ഇനി പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ those are properties which depends on the path followed also. ഓക്കെ, അപ്പോൾ പാത്ത് ഫംഗ്ഷൻ്റെ നിങ്ങൾ ഇങ്ങനെ എഴുതാൻ നിൽക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാത്ത് ഫംഗ്ഷൻ മാത്രമായിട്ട് ചോദിച്ച് ഇങ്ങനെ എഴുതിയാൽ തെറ്റും. സോ പാത്ത് ഫംഗ്ഷൻസ് ആർ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം അലോങ് വിത്ത് ദി പാത്ത് ഫോളോഡ്. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇനീഷ്യലും ഫൈനലിനും കൂടി ഇതിൽ ചേർക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ മുകളിൽ എഴുതിയ കാരണമാണ് ഇങ്ങനെ എഴുതിയത്. ഇനി എൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹീറ്റും വർക്കും. ഹീറ്റും വർക്കും മാത്രമാണ് പാത്ത് ഫംഗ്ഷൻസ്. അത് ചോദിക്കാം, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. കാരണം ഹീറ്റും വർക്കും മാത്രമാണ് പാത്ത് ഫംഗ്ഷനിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും കുറേ എക്സാമ്പിൾ തന്നിട്ട് വേർതിരിക്കാൻ പറയാം. അപ്പോൾ പാത്ത് ഫംഗ്ഷനിൽ ആകെ ഹീറ്റും വർക്കുള്ളൂ, അത്ര ആലോചിച്ചാൽ മതി. ബാക്കി എന്തൊക്കെയുണ്ടോ അതെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷനിലേക്ക് തട്ടിക്കൊള്ളൂ കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തെ, സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോം. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ലോ എന്താണെന്ന് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ്. എനർജീനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അതാണ് ഫസ്റ്റ് ലോ. ആ രീതിയിൽ പറയാം. അല്ലെങ്കിൽ വേറൊരു രീതി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഇസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. അതായത് യൂണിവേഴ്സിലുള്ള മൊത്തം എനർജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. നിങ്ങളുടെ ടീച്ചർ ഏതാണ് പറഞ്ഞത് ആ ഒരു രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, മാത്തമാറ്റിക്കലി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പോൾ മാത്തമാറ്റിക്കലി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ എഴുതാണെങ്കിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നാണ്. വേർ
Delta U is the change in internal energy, Q is the heat, and W is the work. അപ്പോൾ ഇങ്ങനെയും കൂടി എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ചില ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഫുൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ മാത്രമായിരിക്കും എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ചിലവർക്ക് ഇത് ഈ ടേംസ് എന്താണെന്നും കൂടി അറിയണമെന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതും കൂടി എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. നമ്മളൊരു മാർക്ക് പോലും മിസ് ചെയ്യരുത്. ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു മാർക്ക് പോലും നമ്മൾ കളയാൻ നോക്കരുത്. അപ്പോൾ നമ്മൾ മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ഇപ്പോൾ 1 മാർക്ക് ആണെങ്കിൽ ഇത് മാത്രം എഴുതിയാൽ മതി. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇതും കൂടി എഴുതിക്കോളൂ. ഒരു തരത്തിൽ നമ്മൾ മാർക്ക് കളയരുത്. ഓക്കെ. ഇനി നാലാമത്തെ, ഗിവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. ഡെൽറ്റ എച്ച് ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇതാണ് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യം പറഞ്ഞില്ലേ, മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി ഫിഫ്ത്ത്, ഡിഫൈൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഗിവ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് O2 മോളിക്യൂൾ. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ ഡിഫൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. O2 മോളിക്യൂളിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്നും പറയാൻ പറഞ്ഞിട്ടുണ്ട്. ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇൻ ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്, അതായത് 298 Kelvin of temperature, 1 bar of pressure and at stable state of aggregation is called standard enthalpy of formation. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലിരിക്കുന്ന എൻതാൽപ്പി ഓഫ് ഫോർമേഷനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയാം. പക്ഷേ ഇത് മാത്രം എഴുതിയിട്ട് നിർത്തരുത് കേട്ടോ. ബ്രാക്കറ്റിലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എഴുതണം. 298 Kelvin ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ 298 Kelvin എന്ന് മാത്രം എഴുതിയാൽ മതി. 1 bar ഓഫ് പ്രഷർ 1 bar എന്ന് മാത്രം എഴുതിയാൽ മതി. ആൻഡ് അറ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് ആഗ്രിഗേഷൻ. അപ്പോൾ ഈ 3 പോയിന്റ്സും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. എന്നാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ നിന്ന് എഴുതി എന്നിട്ട് എന്താ മാർക്ക് കിട്ടാത്തതെന്ന് ചോദിക്കരുത്. കാരണം എന്താണ് ആ ഒരു കണ്ടീഷൻ എന്നുള്ളത് ഈ ബ്രാക്കറ്റിലാണുള്ളത്. അപ്പോൾ ആ ബ്രാക്കറ്റ് എഴുതാൻ മറക്കരുത് ഈ ഒരു ചോദ്യം വരുമ്പോൾ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് O2 മോളിക്യൂളാണ്. എന്താ നോക്കാം. ബൈ കൺവെൻഷൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ delta FH0 of an element in its reference state is taken as 0. അതായത് റെഫറൻസ് സ്റ്റേറ്റിൽ കൺവെൻഷണൽ മെത്തേഡ് വഴി നമ്മൾ എടുക്കുമ്പോൾ ഒരു എലമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് ഡെൽറ്റ FH0. അറിയാമായിരിക്കുമല്ലോ. സോ ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് O2 is equal to 0. അപ്പോൾ അങ്ങനെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ 0 ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് O2 മോളിക്യൂൾ is 0. അപ്പോൾ O2ൻ്റെ എന്നല്ല, ഏതൊരു എലമെൻ്റ് ആയാലും റെഫറൻസ് സ്റ്റേറ്റിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ O2ന് പകരം N2 ആണെങ്കിലും 0 എന്ന് കിട്ടുള്ളൂ. ഓക്കെ. ഇനി അടുത്ത 6th, സ്റ്റേറ്റ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് സമ്മേഷൻ ഗിവ് എനി ടു അപ്ലിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഹെസ്സസ് ലോ. കാരണം എന്താ വെച്ചാൽ ഇത് നല്ലോണം റിപ്പീറ്റ് ആയി ചോദിക്കുന്നുണ്ട്. ഹെസ്സസ് ലോ എന്താണെന്ന് എപ്പോഴും ചോദിക്കണം. ഏത് ഇയർ നോക്കിയാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് വിട്ടുപോരുത് ഇതിൻ്റെ അപ്ലിക്കേഷൻസും. സോ ഹെസ്സസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ എനർജി ഓർ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ റിമെയിൻസ് ദ സെയിം വെദർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ 1 സ്റ്റെപ്പ് ഓർ മോർ ദാൻ 1 സ്റ്റെപ്പ്. അപ്പോൾ ഹെസ്സസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ, അത് കെമിക്കലായിക്കോട്ടെ ഫിസിക്കലായിട്ട് ഏതൊരു റിയാക്ഷൻ ആയാലും അതൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പിൽ നടന്നാലും അതിൻ്റെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എങ്ങനെ ഒരു സ്റ്റെപ്പിൽ നടന്നതായാലും അല്ലെങ്കിൽ മോർ ദാൻ 1 സ്റ്റെപ്പിൽ നടന്നതായാലും അതിൻ്റെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ആ റിയാക്ഷൻ്റെ സെയിം ആയിരിക്കും. ഇനി അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ, എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ, ബോണ്ട് എൻതാൽപ്പി, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 പറഞ്ഞാൽ മതി. കൂടുതലും നല്ലത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷനും ബോണ്ട് എൻതാൽപ്പിയാണ്. ഇവിടെ 2 മാത്രമേ എഴുതാൻ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. മൊത്തത്തിൽ 4 ഉണ്ട്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ, എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ, ബോണ്ട് എൻതാൽപ്പി, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. ഇനി അടുത്തത് 7th, ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ആൻ അയണിക് കമ്പൗണ്ട് is the enthalpy change when 1 mole of an ionic compound dissociate into gaseous ions. നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്നുള്ളത് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതാണ്. എന്നാൽ കൂടിയും ഇതിൽ പറയുകയാണ്, ഒരു അയണിക് കമ്പൗണ്ടിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് 1 മോൾ ഓഫ് അയണിക് കമ്പൗണ്ട് ഗേഷ്യസ് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യണതിൽ വരുന്ന എനർജീൻ്റെ ചേഞ്ചാണ്. അതായത് അയണിക് കമ്പൗണ്ട്സിൽ നടക്കുന്ന എനർജി ചേഞ്ചിലാണ് ലാറ്റിസ് എൻതാൽപ്പി വരുന്നത്. ഓക്കെ. അപ്പോൾ അത് 1 മോൾ അയണിക് കമ്പൗണ്ട് എത്രകൊണ്ട് ഡിസോസിയേറ്റ് ചെയ്ത് ഗേഷ്യസ് അയൻസ് ആവണോ അതിൽ വരുന്ന ആ എനർജിയിലുള്ള ആ വ്യത്യാസത്തിനെയാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകണം. കൺസ്ട്രക്ട് ആൻ എൻതാൽപ്പി ഡയഗ്രാം ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ലാറ്റിസ് എൻതാൽപ്പി ഓഫ് സോഡിയം ക്ലോറൈഡ്. വെരി ഇമ്പോർട്ടൻറ്റോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോഡിയം ക്ലോറൈഡിൻ്റെ ലാറ്റിസ് എൻതാൽപ്പീനെ
നമ്മുടെ ബോൺ ഹേബർ സൈക്കിൾ വെച്ചിട്ട് എൻതാൽപ്പി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ബോൺ ഹേബർ സൈക്കിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏത് എക്സാമ്പിളാണെന്ന് നോക്കിയിട്ടും കൂടി വേണം കേട്ടോ. അപ്പോൾ ബോൺ ഹേബർ സൈക്കിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞത്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ലാറ്റിസ് എൻതാൽപ്പി ഓഫ് NaCl is determined by ബോൺ ഹേബർ സൈക്കിൾ. അപ്പോൾ NaClന്റെ ലാറ്റിസ് എൻതാൽപ്പി കാണണമെങ്കിൽ ബോൺ ഹേബർ സൈക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, ശരിക്കുള്ള ഇക്വേഷൻ, ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് Na സോളിഡ് പ്ലസ് ഹാഫ് Cl2 ഗ്യാസ് സ്റ്റേറ്റിൽ ഗസ് NaCl സോളിഡിൽ. ഓക്കെ, ഇനി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യും ഈ ബോൺ ഹേബർ സൈക്കിൾ പ്രകാരം. അപ്പോൾ അതെന്താ നോക്കാം. ഫസ്റ്റ്, conversion of solid sodium atom to gaseous sodium atom. The energy change involved in this process is called sublimation energy. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇതിലേക്ക് സോളിഡ് ആയിരിക്കുന്ന സോഡിയം ആറ്റം ആണ് കിട്ടിയിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണു, ഗേഷ്യസ് ആയിട്ടുള്ള സോഡിയം ആറ്റം ആക്കിയിട്ട് മാറ്റി. അപ്പം നമുക്ക് കിട്ടുന്ന എനർജി ചേഞ്ച് ആണ് സബ്ലിമേഷൻ എനർജി എന്ന് പറയാം. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോണതിനാണ് സബ്ലിമേഷൻ എന്ന് പറയാം. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോവാണ്ട് സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് എത്തണതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുക. സോ ഇവിടെയും അതല്ല നടക്കണേ, സോളിഡ് ആയിട്ടിരുന്ന സോഡിയത്തിനെ നമ്മൾ ഡയറക്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അവിടെ സബ്ലിമേഷൻ എനർജിയാണ് നടക്കണേ. ഇനി അടുത്തത്, കൺവേർഷൻ ഓഫ് ഗേഷ്യസ് Na ആറ്റം ടു ഗേഷ്യസ് Na അയോൺ. ദ എനർജി ചേഞ്ച് ഡ്യൂറിങ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് അയനൈസേഷൻ എൻതാൽപ്പി. നമുക്കറിയാം അയനൈസേഷൻ എൻതാൽപ്പി എന്താണ്, ഗേഷ്യസ് ആറ്റത്തിൽ നിന്ന് ഗേഷ്യസ് ആയിരിക്കണം, ഫിസിക്കൽ സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആയിരിക്കണം. അപ്പോൾ ആ ഗേഷ്യസ് ആയിട്ടിരിക്കുന്ന ആറ്റത്തിനെ ഗേഷ്യസ് ആയിട്ടുള്ള അയോൺ ആക്കി മാറ്റുകയാണ്. ആറ്റത്തിനെ അയോൺ ആക്കി മാറ്റുക ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. അതാണ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു എനർജി ചേഞ്ച് ആണ് അയനൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ നമുക്കിപ്പോൾ കയ്യിലുള്ളത് എന്താ, ഗേഷ്യസ് ആയിട്ടുള്ള സോഡിയം അല്ലേ. നമ്മൾ മുമ്പത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഗേഷ്യസ് ആയിട്ടുള്ള സോഡിയം ആറ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ആ ഗേഷ്യസ് ആയിട്ടുള്ള സോഡിയം ആറ്റത്തിനെ നമ്മൾ എന്താക്കി, ഒരു അയോൺ ആക്കി മാറ്റി. അപ്പോൾ അവിടെ വരുന്ന എനർജി ചേഞ്ച് ആണ് അയണൈസേഷൻ എൻതാൽപ്പി. ഇനി മൂന്നാമത്തെ പ്രോസസ്സിൽ കൺവേർഷൻ ഓഫ് ഗേഷ്യസ് ക്ലോറിൻ മോളിക്യൂൾ ടു ഗേഷ്യസ് ക്ലോറിൻ ആറ്റം. ദ എനർജി ചേഞ്ച് ഡ്യൂറിങ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് ബോണ്ട് അസോസിയേഷൻ എൻതാൽപ്പി. അപ്പോൾ നമ്മൾ സോഡിയത്തിനെ അയോൺ ആക്കിയിട്ട് അവിടെ വെച്ചു കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഗേഷ്യസ് ആയിട്ടുള്ള ക്ലോറിൻ ആറ്റത്തിനെയാണ് എടുക്കണേ. അപ്പോൾ ക്ലോറിൻ മോളിക്യൂളിന് എടുക്കുമ്പോൾ നമ്മളത് ആദ്യം തന്നെ അതിനെ ആറ്റമാക്കി മാറ്റാൻ പോവാണ്. അവിടെ വരുന്ന എനർജി ചേഞ്ചിനെയാണ് ബോണ്ട് അസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയുക. അപ്പോൾ Cl2 ആയിട്ടിരിക്കുന്ന മോളിക്യൂളായിരുന്നു, അതിനാദ്യം ആറ്റമാക്കി മാറ്റണം. ആറ്റമാക്കി മാറ്റുമ്പോൾ നമുക്ക് 2Cl എന്ന് കിട്ടും. ഓക്കെ, ആ സ്റ്റേറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് മാറുന്നില്ല, ഫിസിക്കൽ സ്റ്റേറ്റ് സെയിം ആണ്, പക്ഷേ മോളിക്യൂൾ ആറ്റമായിട്ട് മാറി. അപ്പോൾ നമുക്കുള്ളതാണ് ഡെൽറ്റ ബോണ്ട് H0. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാഫ് Cl2 എടുത്തു, ഇതിൻ്റെ പകുതി എടുത്തു. ഈ എടുത്ത Cl2ൻ്റെ പകുതി എടുത്തു, കാരണം നമുക്ക് 1 mole ഓഫ് Cl ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ Cl2 എന്ന് പറയുന്ന ആ 1 mole ആയിരുന്ന Cl2നെ നമ്മൾ പകുതിയാക്കി, ഹാഫ് Cl2 ആക്കി. അത് എന്തിനാണെന്നുള്ളത് വെച്ചാൽ ഞാൻ പറഞ്ഞു, 1 mole ഓഫ് Cl ഗ്യാസ് ആണ് നമുക്ക് കിട്ടേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഹാഫ് Cl2 മോളിക്യൂൾ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കണത്. അതിനെ നമ്മൾ Cl ആറ്റം ആക്കും, സെയിം സ്റ്റേറ്റിലേക്ക് തന്നെ. ഓക്കെ, അപ്പോൾ ഗേഷ്യസ് ഫേസ് മാറുന്നില്ല. ഹാഫ് Cl2 എന്ന് പറഞ്ഞ മോളിക്യൂളിനെ നമ്മൾ Cl ആറ്റം ആക്കി മാറ്റി. അപ്പോൾ എന്തായി, ഇവിടെ ഹാഫ് ചെയ്തു അല്ലേ. നമ്മൾ 1 mole ഉണ്ടായിരുന്ന Cl2 മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്തു, പകുതിയാക്കി. അപ്പോൾ എന്തുണ്ടാവും, എനർജി പകുതിയാവില്ലേ. അപ്പോൾ ഹാഫ് ഡെൽറ്റ ബോണ്ട് എൻതാൽപ്പി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കൺവേർഷൻ ഓഫ് ക്ലോറിൻ ആറ്റം ടു ക്ലോറിൻ അയോൺ. The energy change involved in this process is called electron gain enthalpy. അപ്പോൾ ഇനി ക്ലോറിൻ ആറ്റത്തിനെ നമ്മൾ ക്ലോറൈഡ് അയോൺ ആക്കി മാറ്റാൻ പോവാണ് കേട്ടോ. ക്ലോറിൻ ആയിരിക്കുന്ന ആറ്റത്തിനെ നമ്മൾ ക്ലോറൈഡ് അയോൺ ആക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയാം. അല്ല, നെഗറ്റീവ് ചാർജ് കിട്ടുമ്പോൾ അവിടെ ഇലക്ട്രോണിൻ്റെ ഒരു ഗെയിൻ ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ Cl ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്നു, അതിന് നമ്മൾ അയോൺ ആക്കി മാറ്റി. അപ്പോൾ അതിനെ വിളിക്കുന്നതാണ് ക്ലോറൈഡ് അയോൺ കേട്ടോ. ക്ലോറിൻ അയോൺ എന്ന് പറയില്ല, ക്ലോറൈഡ് അയോൺ ആക്കി മാറ്റും. ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുന്നു. ഡെൽറ്റ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ ഇനി 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാക്കിംഗ് ഓഫ് Na+ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആൻഡ് Cl- ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ടു ഫോം NaCl ഇൻ സോളിഡ് സ്റ്റേറ്റ്. ദ എനർജി ചേഞ്ച് ഇൻ ദിസ് പ്രോസസ് ഇസ് കോൾഡ് ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ Na+നെയും Cl- കൂടി ഒരുമിപ്പിച്ച് NaCl ആക്കാൻ പോവുകയാണ്. ആ പ്രോസസ്സിൽ ഉണ്ടാവുന്ന എനർജി ചേഞ്ച് തന്നെയാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയാം. Na+ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് പ്ലസ് Cl- ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ഗിവ്സ് NaCl ഇൻ സോളിഡ് ഫോം. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ചിനെയാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയാം. ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ എ സൈക്കിൾ ആസ് ഫോളോസ്. അപ്പോൾ ഇനി സൈക്കിൾ രൂപത്തിൽ എങ്ങനെയാണ് സ്റ്റെപ്സ് വരാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ. നമ്മൾ ആദ്യം തന്നെ ഇതിങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കണമെന്നില്ല കേട്ടോ.
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെച്ചു, കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതി വെച്ചു. Na in the solid form plus half Cl2 in gaseous form gives Na plus Cl minus in the solid form. NaCl ഒരുമിച്ച് എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ച്. അതിനെയാണ് നമ്മൾ ഡെൽറ്റ എഫ് എച്ച് നോട്ടിൽ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്, സോഡിയം സോളിഡ് ഫോമിലിരിക്കുകയാണ്, അതിന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ നിന്നുണ്ടാവുന്ന എനർജി ചേഞ്ചിനെയാണ് സബ്ലിമേഷൻ എനർജി എന്ന് പറയുക. അതിനിങ്ങനെ ഡിനോട്ട് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഡെൽറ്റ എച്ച് വൺ നോട്ട് എന്നും പറയാം, അത് എളുപ്പത്തിന് വേണ്ടി എഴുതിയെന്നുള്ളൂ. വേണമെങ്കിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഡെൽറ്റ സബ് എച്ച് നോട്ട് എന്നും എഴുതാം കേട്ടോ. ഇനി ആ ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന സോഡിയത്തിനെ നമ്മൾ അയണിക് ഫോമിലാക്കി. അപ്പോൾ എന്തുണ്ടായി, അയണൈസേഷൻ എൻതാൽപ്പിയായി. അവിടെ വരുന്ന എനർജി ചേഞ്ച് ഡെൽറ്റ ഐ എച്ച് നോട്ടിന് എഴുതാം. അതിന് ഡെൽറ്റ എച്ച് നോട്ട് തേർഡ് എനർജി ചേഞ്ച് ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഹാഫ് Cl2 ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുകയാണ്, അതിനെ നമ്മൾ Cl-നാക്കി, മോളിക്യൂളിനെ നമ്മൾ ആറ്റമാക്കി മാറ്റി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ചാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ഹാഫ് ഡെൽറ്റ ബോണ്ട് എച്ച് നോട്ട്. അതിനെ സെക്കൻഡ് എനർജി ചേഞ്ച് ആക്കി. ഇനി ആ ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ക്ലോറിനാറ്റത്തിനെ നമ്മൾ അയണിക് സ്റ്റേറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയായി അവിടെ. അതിന് നമ്മൾ ഡെൽറ്റ ഇ ജി എച്ച് നോട്ട് എഴുതും, ഫോർത്ത് എൻതാൽപ്പി ചേഞ്ച്. ഇനി നമ്മൾ ഈ Na പ്ലസ് ഗേഷ്യസ് സ്റ്റേറ്റിലെയും Cl മൈനസ് ഗേഷ്യസ് സ്റ്റേറ്റിലെയും അയണിക് ഫോംസിലല്ല രണ്ടും, അതിനെ കമ്പൈൻ ചെയ്താണ് നമുക്ക് Na പ്ലസ് Cl മൈനസ് സോളിഡ് ഫോം കിട്ടണേ. അവർ രണ്ടുപേരും കൂടി പാക്ക് ചെയ്യണ പ്രോസസ്സിലാണ് നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കിട്ടണേ അല്ലേ. അപ്പോൾ അതിന് ഫിഫ്ത്ത് എൻതാൽപ്പി ചേഞ്ച് എഴുതി. ഇനി by applying Hess's law we can write enthalpy of formation is equal to Hess's law അപ്ലൈ ചെയ്യാൻ പോകട്ടോ. അപ്പോൾ എന്ത് കിട്ടും, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് സബ്ലിമേഷൻ എനർജി പ്ലസ് അയണൈസേഷൻ എൻതാൽപ്പി പ്ലസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പ്ലസ് ലാറ്റിസ് എൻതാൽപ്പിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് എൻതാൽപ്പി ചേഞ്ച് പ്ലസ് സെക്കൻഡ് അങ്ങനെ പറഞ്ഞിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. ഇങ്ങനെ എഴുതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നണേ. ഫ്രം ദിസ് ലാറ്റിസ് എൻതാൽപ്പി ക്യാൻ ബി ഡിറ്റർമൈൻഡ് ആസ് എല്ലിനെ എഴുതരുത് കേട്ടോ, ഫുൾ എഴുതണേ. ലാറ്റിസ് എൻതാൽപ്പി ചേഞ്ച് ഇസ് ഈക്വൽ ടു, ലാറ്റിസ് എൻതാൽപ്പിനെ നമുക്ക് എങ്ങനെ കിട്ടും, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിനെ ഈ സൈഡിൽ തന്നെ നിർത്തുക, ബാക്കിയുള്ളവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്തുണ്ടാവും, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് ഇവരെല്ലാവരും, അതായത് സബ്ലിമേഷൻ, അയണൈസേഷൻ എൻതാൽപ്പി, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇതെല്ലാവരും ബ്രാക്കറ്റിൽ വരും. ഓക്കെ, അപ്പോൾ ഫോർമേഷനിൽ നിന്ന് ഇത്രയും ആൾക്കാരെ മൈനസ് ചെയ്താൽ നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കിട്ടും. അപ്പോൾ അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാണ്, അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഈ ആൻസർ ചെയ്തേണ്ടത് കേട്ടോ. ഇങ്ങനെ അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. എളുപ്പമാണ്, മനസ്സിലാക്കിയിട്ട് ചെയ്യുക, കാണാപ്പാടം പഠിക്കരുത് കേട്ടോ. ഇനി 9ാമത്തെ പോയിന്റ്, വാട്ട് ആർ സ്പോണ്ടേനിയസ് പ്രോസസ്, ഗിവ് എക്സാമ്പിൾസ്. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണെന്നാണ് ചോദിക്കുന്നത്, അതിൻ്റെ എക്സാമ്പിൾസും ചോദിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് എനി എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ സഹായവും ഇല്ലാണ്ട് നടക്കുന്ന പ്രോസസ്സിനെയാണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുക. ഓക്കെ, ഓൾ നാച്ചുറൽ പ്രോസസ്സസ് ആർ സ്പോണ്ടേനിയസ്. എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സുകളും സ്പോണ്ടേനിയസ് ആണ്. ലൈക്ക് എക്സാമ്പിൾ പറയാം, ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ഹൈ ലെവൽ ടു ലോ ലെവൽ. അതായത് ഒരു മൗണ്ടൻ റീജിയൻ ആണെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അല്ലേ. നമ്മളിങ്ങനെ അതിനെ ഫോഴ്സ് ചെയ്ത് അയക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓട്ടോമാറ്റിക്കലി ഒരു ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് വെള്ളം ഒഴുകും. ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി അല്ലേ. എപ്പോഴും ഹോട്ട് ബോഡിയിൽ നിന്നാണ് ഹീറ്റ് റിലീസ് ചെയ്യുക, കോൾഡ് ബോഡിയിലേക്കാണ് പോവുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഹീറ്റിൻ്റെ ഫ്ലോ അതൊരു എക്സാമ്പിളാണ്. പിന്നെ ഇൻ്റർമിക്സിങ് ഓഫ് ഗ്യാസസ് ഒരുമിച്ച് കൂടിയാൽ തന്നെ മിക്സ് ചെയ്യും, നമ്മൾ മിക്സ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നെ ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്, മെൽറ്റിംഗ് ഓഫ് ഐസൊക്കെ തന്നെ മെൽറ്റ് ചെയ്യും. പിന്നെ ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ്. സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയകൾ എന്താണ്, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, ഡിക്രീസ് ഇൻ എനർജി, എനർജിയിൽ ഒരു കുറവ്, എനർജി കുറയണം, എനർജി കുറഞ്ഞാലേ സ്പോണ്ടേനിയസ് ആവുള്ളൂ. ഇൻക്രീസ് ഇൻ ഡിസോർഡർനെസ്, അതായത് എൻട്രോപ്പി ഇല്ലേ, എൻട്രോപ്പി കൂടണം. ഡിസോർഡർനെസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയാണ്. സോ എൻട്രോപ്പി കൂടണം, എനർജി കുറയണം, എൻട്രോപ്പി കൂടണം. ഇനി ഡിഫൈൻ എൻട്രോപ്പി, വാട്ട് ഇസ് ഇറ്റ്സ് യൂണിറ്റ്. എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിൽ എത്രകൊണ്ട് ഡിസോർഡർനെസ് ഉണ്ടാവണു അല്ലെങ്കിൽ റാൻഡംനെസ് ഉണ്ടാവുന്നു, അതിനെയാണ് എൻട്രോപ്പി എന്ന് പറയാം. യൂണിറ്റ് ഓഫ് എൻട്രോപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആണ്. എൻട്രോപ്പിക്കും എൻട്രോപ്പി ചേഞ്ചിനും ഒരേ യൂണിറ്റ് തന്നെയാണ്, ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ജൂൾ കെൽവിൻ റേസ് ടു -1, മോൾ റേസ് ടു -1 അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്തത്, ഡിഫൈൻ ഗിബ്സ് എനർജി, ഗിവ് ദ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി ഓഫ് എ പ്രോസസ് ഇൻ ടേംസ് ഓഫ് ഫ്രീ എനർജി ചേഞ്ച്. ഗിബ്സ് എനർജി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഫ്രീ എനർജി ചേഞ്ചിൻ്റെ ടേംസിൽ സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗിബ്സ് എനർജി ആദ്യം എന്താണ് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. അതായത്
വർക്കിന് വേണ്ടിയിട്ട്, യൂസ്ഫുൾ വർക്കിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജി, അവൈലബിൾ എനർജി, അതായത് നമ്മുടെ കയ്യിലുള്ള മാക്സിമം എമൗണ്ട് ഓഫ് എനർജി, എത്ര എമൗണ്ട് ഓഫ് എനർജി നമുക്ക് യൂസ്ഫുൾ വർക്കിന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു അത്രേനെയാണ് ഗിബ്സ് എനർജി എന്ന് പറയാം. ഫോർ എ പ്രോസസ് ടു ബി സ്പോണ്ടേനിയസ് പ്രോസസ് ആവാൻ വേണ്ടിയിട്ട് ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ്, ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം. ഓക്കെ, അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം, എന്നാലേ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്ത പോയിന്റ്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ്? ഡെൽറ്റ ജി നെഗറ്റീവ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ് ഇഫ്, ആദ്യത്തെ രീതി, നമുക്ക് 3 രീതിയിലൂടെ ഡെൽറ്റ ജി നെഗറ്റീവ് ആക്കാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുക, ഡെൽറ്റ എസ് പോസിറ്റീവ് ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഗിബ്സ് ഫ്രീ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിട്ട് കിട്ടണമെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആക്കുക, ഡെൽറ്റ എസിനെ പോസിറ്റീവ് ആക്കുക. പോസിറ്റീവ് ആകുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് ഇവിടെയും നെഗറ്റീവ് ഇവിടെയും നെഗറ്റീവ്, അപ്പോൾ എന്തായാലും ഒരു നെഗറ്റീവ് ആൻസർ ആയിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ ഡെൽറ്റ ജി അങ്ങനെ നെഗറ്റീവ് ആവില്ലേ, അപ്പോൾ പ്രോസസ് ഇസ് ഓൾവേസ് സ്പോണ്ടേനിയസ്. സെക്കൻഡ് രീതി എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആക്കുക, ഡെൽറ്റ എസും പോസിറ്റീവ് ആക്കുക. അപ്പം നമ്മൾക്ക് ഇവിടെ ഡെൽറ്റ ജീനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണം അല്ലേ. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഹൈലി നെഗറ്റീവ് ആവില്ലേ ഈ ഒരു ടേം, ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഹൈലി നെഗറ്റീവ് ആവില്ലേ. അപ്പോൾ നമുക്ക് ഡെൽറ്റ ജി കിട്ടുമ്പോഴും നെഗറ്റീവ് വാല്യൂ അല്ല കിട്ടുക, അതാണ് ഇവിടെ പറയുന്നത്. സോ ഡെൽറ്റ എച്ച് ഇസ് പോസിറ്റീവ്, ഡെൽറ്റ എസ് ഇസ് പോസിറ്റീവ് വെൻ ടി ഡെൽറ്റ എസ് ഇസ് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എച്ച്. കണ്ടീഷൻസ് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ മാർക്ക് പോവും. വെറുതെ ഡെൽറ്റ എച്ച് പോസിറ്റീവായി ഡെൽറ്റ എസ് പോസിറ്റീവായി എന്ന് പറഞ്ഞിട്ട് എഴുതരുത്. വെൻ ടി ഡെൽറ്റ എസ് ഇസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച്, ദിസ് ഇസ് പോസിബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ, അത് എഴുതണം. അത് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിൽ ഇവർ രണ്ടുപേരും പോസിറ്റീവ് ആയാലാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആവുക. ഓക്കെ, ഇനി തേർഡ് രീതി എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവായി. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഡെൽറ്റ എച്ച് നെഗറ്റീവായി ഡെൽറ്റ എസ് നെഗറ്റീവായി, മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടേമായി അല്ലേ. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ്, ലോ ടെമ്പറേച്ചർ ആയിരിക്കണം ടിക്ക് ഉണ്ടാവേണ്ടത്. ടിക്ക് ഹൈ ടെമ്പറേച്ചർ വന്നാൽ ഇത് ഹൈലി നെഗറ്റീവ് ആവും അല്ലേ. ഈ ഒരു ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞ ടേം ഹൈലി നെഗറ്റീവ് ആവും, അപ്പോൾ അത് പാടില്ല. അപ്പോൾ ലോ ടെമ്പറേച്ചറിലാണ് നടക്കേണ്ടത്. സോ അങ്ങനെ ഡെൽറ്റ എസും ഡെൽറ്റ എച്ചും നെഗറ്റീവ് ആക്കണമെങ്കിൽ ടി ഡെൽറ്റ എസ് എച്ചിനെക്കാട്ടും കുറവായിരിക്കണം. അതാണ് ദിസ് ഇസ് പോസിബിൾ അറ്റ് ലോ ടെമ്പറേച്ചർ എന്ന് എഴുതിയാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും സ്പോണ്ടേനിയസ് ആയിരിക്കും. അതായത് ഡെൽറ്റ ജി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിൽ അത് ഹൈ ടെമ്പറേച്ചറിലെ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുള്ളൂ. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആണെങ്കിൽ ലോ ടെമ്പറേച്ചറിലെ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുള്ളൂ. അപ്പോൾ ഇത്രയാണ് കൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി പ്രീവിയസ് ഇയറിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ 1-2 ദിവസം ഗ്യാപ്പിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യും. പേടിക്കേണ്ട, പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കൺസെപ്റ്റ് ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.